ഹായ് ഹലോ വെൽക്കം ടു ഗോസിപ്പ് ഗേൾസ്. കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിൻ്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന സംരംഭത്തിന്റെ ഓണറും പച്ചവീട്ടിൽ പ്രശ്നേഷ് എന്ന ഫേമസ് ആയ രോഹിത്തിന്റെ റീസെന്റ് ഫാമിലി കോൺട്രോവേഴ്സിയെ കുറിച്ചാണ്. സോ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം 2 മന്തായി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് എക്സാം സ്റ്റഡീസ് അങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. ഹോപ്പ്ഫുള്ളി ഇനി അങ്ങോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, കഴിഞ്ഞ ദിവസം പ്രശ്നേഷ് അഥവാ രോഹിത് തന്റെ അമ്മയെയും പെങ്ങളെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രസന്റ് ചെയ്ത വീഡിയോ നല്ലതുപോലെ വൈറലായതാണ്. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഓരോ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് ഒരു കണ്ടന്റ് ആക്കി റീച്ച് ആയ വ്യക്തിയാണ് ഗ്രീൻ ഹൗസ് രോഹിത്. ഇതുവരെ അയാൾ ഒട്ടുമിക്ക വീഡിയോസും ക്ലെൻലിനെസ്, ഹോട്ടൽ റൂം സേഫ്റ്റി മുതലായ കാര്യങ്ങളെ വച്ചുള്ളതായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ അല്ലേനും എവിടെയൊക്കെയോ ശരിയാണ് എന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ബട്ട് ദിസ് വീഡിയോ ഈസ് കംപ്ലീറ്റ്ലി ഇറലവന്റ്. ഇത്തരത്തിൽ ഒരു ഫാമിലി ഇഷ്യൂ വന്ന് ഡിസ്കസ് ചെയ്യേണ്ട പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ. ഇയാൾക്കുള്ള സോഷ്യൽ മീഡിയ റീച്ച് അയാളുടെ അമ്മയെയും അനിയത്തിയെയും കരിവാരി തേക്കാനുള്ള ഒരു ടൂളായി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മുൻപ് നടന്ന പ്രവീൺ പ്രണവ് ഇഷ്യൂ പോലെ തന്നെ ഫാമിലിക്ക് ഉള്ളിൽ നിർത്തേണ്ട കാര്യം പബ്ലിക്കായി വിളിച്ചു പറഞ്ഞു റീച്ച് ഉണ്ടാക്കുന്നു. ഇവിടെ കുടുംബത്തിൽ നടന്ന ഇഷ്യൂ അവിടെ തന്നെ തീർക്കാതെ പബ്ലിക്കായി വന്ന് പറയുമ്പോൾ അയാൾ റീച്ച് മാത്രമാണ് എയിം ചെയ്യുന്നത്. കൂട്ടത്തിൽ തന്നെ തന്റെ എതിർവശത്തുള്ളവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷെയിം ചെയ്യാനും അയാൾ ഈ ഒരു റീച്ച് വിദഗ്ധമായി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇയാളുടെ അനിയത്തെ പറ്റി പറയുന്ന ഡയലോഗ്സ് ആർ റിയലി പതറ്റിക്. ഒരിക്കലും ഒരു വ്യക്തി തന്റെ സിബ്ലിങ്സിനെ പറ്റി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു വകതിരിവും ഇല്ലാതെ വന്ന് ഇൻസ്റ്റയിലും യൂട്യൂബിലും സാഡ് BGM കയറ്റി വീഡിയോ ഇടുന്നു. ഇയാൾ സ്വയമേ പറയുന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് വളരെയധികം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ്. എന്നാൽ സ്വന്തം ഫാമിലിയോട്, അതായത് ഇത്രയും നാൾ സപ്പോർട്ടായി കൂടെ ഉണ്ടായിരുന്ന അമ്മയോടും അനിയത്തിയോടും പോലും ഇല്ലാത്ത എന്ത് കമ്മിറ്റ്മെന്റ് ആണ് ഇയാൾക്ക് സൊസൈറ്റിയോട് ഉണ്ടാവുക? ഇയാൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം റീച്ചിന് വേണ്ടിയാണെന്നുള്ളത് തെളിയിക്കാൻ ഈ ഒരൊറ്റ വീഡിയോ തന്നെ ധാരാളം. കുറച്ചു കാലം മുൻപ് വരെ ഇയാൾ വളരെയധികം നാൾ എയറിലായിരുന്നു. ബട്ട് ഈ അടുത്തിടെയായി ഒന്നും കാണുന്നില്ല. യാതൊരു വിധത്തിലുള്ള വിവരവും ഇല്ലായിരുന്നു. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ വീട്ടിൽ നടന്ന പ്രശ്നം ഇത്തരത്തിൽ മാർക്കറ്റ് ചെയ്താൽ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാമെന്ന് കക്ഷിക്ക് മനസ്സിലായി. അല്ലേ അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഒരുപാട് ഉദാഹരണങ്ങൾ മുമ്പിൽ ഉണ്ടല്ലോ. ഫാമിലി വ്ലോഗേഴ്സിന്റെ മെയിൻ കണ്ടന്റ് ആണ് ഫാമിലി ഇഷ്യൂ പബ്ലിക്കിൽ കൊണ്ടുവരിക എന്നത്. എനിക്ക് തോന്നുന്നത് രോഹിത്തും ആ ലൈൻ ഏറ്റുപിടിച്ചതാണ്. ഇത്തരം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല, വീണ് കിട്ടുന്നതാണ്. ചില യൂട്യൂബേഴ്സ് അത് നല്ലതുപോലെ യൂസ് ചെയ്യാറുമുണ്ട്. രോഹിത്തും അത് നന്നായി യൂസ് ചെയ്തു. വിചാരിച്ച പോലെ നല്ല റീച്ചും കിട്ടി. ഇത്തരത്തിൽ ഫാമിലി ഇഷ്യൂ വിറ്റ് കാശാക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നാട്ടുകാർക്ക് പിച്ചു ചിന്താൻ ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്, നിങ്ങളുടെ ഫാമിലിയെ. പിന്നീട് തന്റെ ലൈഫിൽ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ബന്ധങ്ങൾ എന്നത് ബ്രേക്ക് ചെയ്യാൻ വളരെയധികം ഈസിയാണ്. പക്ഷേ ഇത്തരത്തിൽ നാണം കെടുത്തി പിരിയുന്ന ബന്ധങ്ങൾ ഒരിക്കൽ തിരികെ കിട്ടത്തുമില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പ്രവീൺ പ്രണവ് ഇഷ്യൂ തന്നെയാണ്. പണ്ടത്തെ വൈബ് ഒന്നും അവരുടെ റീയൂണിയന് ശേഷമുള്ള വീഡിയോസിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. Keep in mind that privacy is important. That's it. If you like this video, please do like, comment and share. For more videos, do subscribe and enable the bell button. Thank you.